കുന്നിക്കുരു കണ്ണവൾക്ക് നോക്കണൊരു നോട്ടം കണ്ട, കുന്നിക്കുരു കണ്ണവൾക്ക് നോക്കണൊരു നോട്ടം കണ്ട, ആ നോക്കണ നോട്ടത്തിലേ ചങ്കന്നു പിടയ്ക്കുന്നടാ, ആ നോക്കണ നോട്ടത്തിലേ ചങ്കൊന്നു പിടയ്ക്കണടാ. ഹലോ ചെല്ലക്കുട്ടീസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്താ പറയുക, മേക്കപ്പ് നിങ്ങൾ പല പ്രാവശ്യം എന്നെ മേക്കപ്പ് വീഡിയോസൊക്കെ മേ ബി കണ്ടിട്ടുണ്ടാവാം. പക്ഷേ ഇന്നത്തെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രത്യേകതകളും എൻ്റെ ലൈഫിൽ നടക്കാൻ പോകുന്ന അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ദിവസമാണ് ഈ ഒരു മേക്കപ്പ്. ഓക്കെ, അപ്പോൾ മെയ് 18. ഇപ്പോൾ സമയം ഏകദേശം 2 മണി കഴിഞ്ഞു കേട്ടോ. 2 മണി കഴിഞ്ഞു. ഞങ്ങളാരും ഉറങ്ങിയിട്ടില്ല. ഞാൻ, കാർത്തു, രേണു, ഞങ്ങൾ 3 പേരും ഒരു പൊട്ട് കണ്ണടച്ചിട്ടില്ല കേട്ടോ. എന്താണെന്ന് അറിഞ്ഞില്ല, കിടന്നപ്പോൾ ഉറക്കം വന്നില്ല. അങ്ങനെ കിടക്കാനുള്ള സമയവും കിട്ടിയില്ലെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടും അങ്ങനെയൊക്കെ ഇരുന്നു. പിന്നെ ഇനി ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ടയേർഡാവുമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഉറങ്ങാൻ നിന്നില്ല കേട്ടോ. അപ്പോഴേക്കും എന്താ പറയുക, ഇന്ന് പിന്നെ നേരെ കുളിച്ചിട്ട് അങ്ങനെ 2 മണിക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ. അപ്പോൾ അങ്ങനെ നമുക്ക് എൻ്റെ മേക്കപ്പ് അല്ലാതെ രേണുവിനും കാർത്തൂനും ടച്ചപ്പ് ഉണ്ടായിരുന്നു, സാരി ഇതൊക്കെ ഉണ്ട്. പിന്നെ ഗ്രൂമിനും, അതായത് അനൂപിനും മേക്കപ്പ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് കറക്റ്റ് ആ ഒരു സമയത്തേക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ ആളുടെ പേര് ശ്രുതി ശരത് എന്നാണ്. 2 പേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് കേട്ടോ. ഗ്രൂമിനൊക്കെ മേക്കപ്പ് ചെയ്യുന്ന ആളാണ് അവരുടെ ഹസ്ബൻഡ് ശ്രുതി. നമ്മൾ ഒത്തിരി മേക്കപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ആഗ്രഹമുണ്ടായിരുന്ന ഒരു ഇതായിരുന്നു, എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വികാസേട്ടനെ കൊണ്ട് മേക്കപ്പ് ചെയ്യിക്കണം കേട്ടോ. പക്ഷേ നമ്മൾ ആൾക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ആൾ ബിസി ആയിരുന്നു. ആൾ വേണമെങ്കിൽ വേറൊരാളെ അറേഞ്ച് ചെയ്ത് തരാൻ പറഞ്ഞു, ആളുടെ തന്നെ. പക്ഷേ എനിക്കത് വേണ്ട, വികാസേട്ടൻ തന്നെ ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ വേണ്ടെന്ന് കരുതി നമ്മളത് ക്യാൻസൽ ചെയ്തു കേട്ടോ. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട 1-2 പേരെ നമ്മൾ വിളിച്ചു. എല്ലാവരും ആ സമയത്ത് ഓൾറെഡി ബുക്കിംഗ് ആണ്. നമ്മൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു മാസം മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ ശ്രുതി മലപ്പുറമാണ് കേട്ടോ. ശ്രുതിയെ അറിയാതിരിക്കാം എല്ലാവരും. അപ്പോൾ ആൾ എന്താ പറയുക, നല്ല കംഫർട്ടായിരുന്നു കേട്ടോ. നമ്മൾ ചെയ്തിരിക്കുന്നത് എയർ ബ്രഷ് മേക്കപ്പ് ആയിരുന്നു കേട്ടോ. എയർ ബ്രഷ് ആയിരുന്നു ചെയ്തത്. എന്താ പറയുക, എനിക്ക് മേക്കപ്പിനെ കുറിച്ച് അറിയാലോ, നിങ്ങൾക്ക് ഒത്തിരി അങ്ങനെയൊന്നും പറയാനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നമ്മളെടുത്ത പാക്കേജ് എയർ ബ്രഷിൻ്റെ മേക്കപ്പാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഒത്തിരി അങ്ങനെ പൈസ ചിലവാക്കാനും എനിക്ക് അത്ര ആഗ്രഹമില്ലാത്ത ഒരാളാണ്. ലക്ഷങ്ങളൊന്നും ചിലവാക്കി ഇതാക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എപ്പോഴും നാച്ചുറൽ ലുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എന്തായാലും നമുക്കത് പറ്റത്തില്ലല്ലോ. ഫോട്ടോസ് വീഡിയോസൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തായാലും മേക്കപ്പ് ഇട്ടാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഫസ്റ്റ് വേണ്ടെന്നൊക്കെ വിചാരിച്ചാണ്, പിന്നെയാണ് ഞാൻ ഓക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ നല്ല എന്താ പറയുക, കംഫർട്ടായിരുന്നു 2 പേരും, ഹസ്ബൻഡ് വൈഫായാലും. പിന്നെ മറ്റേ കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി, ആ കുട്ടിയായാലും കേട്ടോ. 3 പേരും അടിപൊളിയായിരുന്നു. പിന്നെ ഇവർ വരുമ്പോൾ കുഞ്ഞിനെയും കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊച്ചു കിടന്ന് ഉറങ്ങുമായിരുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കൂലേ, നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് ഒരു വർക്ക് എടുത്ത് നമ്മുടെ കുഞ്ഞിനെയും കൊണ്ടൊക്കെ പോവുക, അതൊക്കെ കുറച്ച് റിസ്ക്കുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമ്മളുടെ ആംബിഷൻ, നമ്മുടെ ലൈഫിൽ നമുക്ക് സെറ്റിലാവാൻ വേണ്ടി, നമുക്കൊന്ന് സെറ്റാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ എന്താ പറയുക, ചില കഷ്ടങ്ങളൊക്കെ സഹിക്കേണ്ടി. എനിക്കത് കണ്ടപ്പോൾ വിഷമം തോന്നിയിട്ടോ. ഞാനും ഒരു പെൺകുട്ടിയല്ലേ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ലൈഫെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഓക്കെ, അത് പോട്ടെ. ഇടയിൽ കൂടെ ഞാൻ ശ്രുതിയുടെ സെൻറ്റിമെൻറ്റിലേക്ക് എന്തോ എനിക്ക് ആൾക്ക് സെൻറ്റിമെൻറ്റ് ഉണ്ടോന്നുള്ള എനിക്കതൊരു വിഷമം തോന്നിയിട്ടോ. അങ്ങനെ എല്ലാവരും ഇങ്ങനെയാണ്. ഒത്തിരി പേര് ഇപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങളെയും കൊണ്ട് വർക്കിന് പോകുന്ന ആൾക്കാരുണ്ട്. അത് ചിലപ്പോൾ കുട്ടി നമ്മളെ വിട്ട് നിൽക്കത്തില്ല, അല്ലെങ്കിൽ നമുക്ക് നോക്കാൻ അത്രയും ഇതുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മുടെ പിരിഞ്ഞ് നിൽക്കാത്ത കുട്ടികൾ ഒത്തിരി പേരുണ്ടാവുമല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അങ്ങനെ ഇപ്പോൾ എൻ്റെ മേക്കപ്പ് ഏകദേശം തീർന്നു. ഹെയർ സ്റ്റൈലും ഞാനൊരു ട്രഡീഷണൽ ലുക്കാണ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് കേട്ടോ. അപ്പോൾ നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ലുക്ക് സെറ്റ് മുണ്ടാണ്. പിന്നെ പൂവൊക്കെ ഞാൻ തന്നെയാണ് പറഞ്ഞത്. എനിക്ക് തുളസി ഇടയിൽ കൂടെ വേണമെന്നുണ്ടായിരുന്നു. ഒരു പച്ചയും ഒരു ചുമപ്പും വേണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആളെല്ലാം സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. പിന്നെ ഒട്ടും ഉറങ്ങാത്തതുകൊണ്ട് കണ്ണ് നല്ല ടയേർഡാവും. അതുകൊണ്ട് എനിക്ക് കണ്ണ് കുറച്ച് നല്ല ഇതായിട്ട് കാണണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെയൊക്കെ ആൾ ചെയ്ത് വന്നു കേട്ടോ.
നമ്മുടെ ജീവിതത്തിൽ. പിന്നെ ഓർണമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ എൻ്റെ അടുത്ത് കണ്ടിട്ടുണ്ടാവും. എൻ്റെ സ്വന്തം തന്നെയാണ്. ഇത് വാങ്ങിയിട്ട് ഒരു 5-6 വർഷമായിട്ടുണ്ട്. ഒത്തിരി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ പിന്നെ വേണ്ട ഒരെണ്ണം വാങ്ങിക്കേണ്ട, നമ്മളുടെ എന്തായാലും നമ്മൾ റെൻറ്റൽസിന് എടുക്കുമ്പോൾ അത് റെൻറ്റൽ തന്നെയല്ലേ, അപ്പോൾ അത് വേണ്ട, ഇത് തന്നെ മതിയെന്ന് കരുതിയിട്ട് ഞാൻ ഒന്നും കല്യാണത്തിന് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. എല്ലാം ഞാൻ എൻ്റെ ഓണായിട്ടുള്ള വാങ്ങിയിട്ടുള്ള വെച്ച് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ പുതിയതായിട്ടൊന്നും ഞാൻ വാങ്ങിച്ചില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ഇതാ കാർട്ടൂൻ്റെ അങ്ങനെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഞാൻ കുറച്ച് വീഡിയോസുകൾ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ എടുത്തിട്ടുള്ളൂ കേട്ടോ. എല്ലാം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് തന്നെ ഇതൊക്കെ എടുത്തത് ഞാനാണ്. പക്ഷേ എൻ്റെയൊക്കെ എടുത്ത് തന്നത് ശ്രുദ്ര ഹസ്ബൻഡ് ഇതായിരിക്കുന്നുണ്ടോ ശരത്ത് തന്നെയാണ് കേട്ടോ. വീഡിയോസൊക്കെ എടുത്തു വന്നു. ഓക്കെ, അതൊക്കെ കഴിഞ്ഞു. ഇവരുടെ ഇതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സാരിയൊക്കെ ഇതാക്കി അങ്ങനെ ഇരിക്കണു. അടുത്തത് അപ്പുറത്ത് രേണുവിൻ്റെ തുടങ്ങിക്കൊണ്ടിരിക്കണു. അങ്ങനെയാണ് കേട്ടോ. ഇവർക്ക് രണ്ടുപേർക്കും ലൈറ്റ് ടച്ചപ്പ്, ഹെയർ സ്റ്റൈല്, സാരി ഡ്രൈപ്പിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഒട്ടും ഉറങ്ങാത്തതുകൊണ്ട് എല്ലാവർക്കും നല്ല ടയേർഡ് ഉണ്ട് കേട്ടോ. നല്ല ടയേർഡ് എന്ന് പറഞ്ഞാൽ നല്ല ടയേർഡ്. പിന്നെ ഇടയിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ മേ ബി ഉറങ്ങിയാൽ കുറച്ച് ടയർഡ്നെസ് മാറുന്നു ചിലർ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഉറങ്ങണം. എല്ലാതിരുന്ന് ഞാൻ ഇരിക്കും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒട്ടും ഉറങ്ങാതിരുന്നത്. പിന്നെ ഉറങ്ങിയില്ല എന്നുള്ളൊരു ടയേർഡ്നെസ് നമുക്ക് ഇന്നത്തെ ദിവസം തോന്നിയില്ല കേട്ടോ. അതെന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. അതേപോലെ തന്നെ മീനു ആയാലും കിങ്ങിണി ആയാലും കല്ലു ആയാലും ഇവർ വെളുപ്പിന് 2 മണിക്ക് ശേഷമാണ് ഒന്ന് കണ്ണടച്ചിരിക്കുന്നത്. അതുവരെ ഉറങ്ങിയിട്ടില്ല. അവർ രണ്ടുപേരും കുളിച്ചിട്ട് കിടന്ന് ഉറങ്ങുകയാണെന്ന് കാർത്ത് വന്നപ്പോൾ പറഞ്ഞു, കിങ്ങിണിയും കല്ലു കേട്ടോ. അയ്യോ സോറി, കിങ്ങിണിയും മീനും. അങ്ങനെ ഇപ്പോൾ രേണുമ്മയുടെ മേക്കപ്പും തുടങ്ങി ലൈറ്റായിട്ട്. രേണു, എനിക്ക് തോന്നുന്നു രേണു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മേക്കപ്പ് ലിപ്സ്റ്റിക്ക് പോലും ഇടുന്നത് കേട്ടോ. കാരണം അവളൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അപ്പോൾ എന്താ പറയുക, നമ്മൾ ചില സിറ്റുവേഷൻസുകൾ നമുക്ക് മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എനിക്കെപ്പോഴും ഞാൻ നാച്ചുറലായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ. പിന്നെ ചില സിറ്റുവേഷൻസ് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് ഫോട്ടോസ് വീഡിയോസൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇത് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ കാണും. അങ്ങനെ ഇതാ അനൂപും വന്നു. അങ്ങനെ അനൂപിൻ്റെ ജീവിതത്തിലും അനൂപ് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, മേക്കപ്പോ അല്ലെങ്കിൽ ഹെയർ ഇതോ ഒന്നും. പിന്നെ ആളുടെ ഫസ്റ്റത്തെ ഒരു ഫോട്ടോ ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. മാട്രിമോണിയിൽ ഉണ്ടായിരുന്ന ഫോട്ടോസ്, അതേപോലെ എനിക്ക് അയച്ചു തന്ന ഫോട്ടോസും അത് തന്നെയായിരുന്നു ആൾ കേട്ടോ. അപ്പോൾ ആ ഒരു ആൾ ഞാൻ പറഞ്ഞ സമയത്ത് എല്ലാം ചേഞ്ച് ചെയ്ത് ഓക്കെ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി ആൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. പറഞ്ഞ ഉടനെ കേൾക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ലക്ക് അല്ലെങ്കിൽ ഒരു ലക്കിയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ഉടനെ ആളെ മാറ്റാൻ ആൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിനെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആൾക്കൊരു താങ്ക് യു ഞാൻ നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പോൾ പറയുന്നു. നമ്മൾ പറഞ്ഞത് പെട്ടെന്ന് കേൾക്കാന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നുകയെന്ന് പറയില്ലേ, അങ്ങനെ. അപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ ലക്കിയാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ആളുടെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ആൾക്ക് ഫസ്റ്റ് ആയത് കൊണ്ട് തന്നെ പിന്നെ ആൾ കുറച്ച് ഷൈ ടൈപ്പാണ് കേട്ടോ. പെട്ടെന്ന് അങ്ങനെ കണ്ട ഒരാളെത്തുനിന്ന് അങ്ങനെ മിണ്ടില്ല. മിണ്ടിക്കഴിഞ്ഞാൽ ആൾ ഭയങ്കരമായിട്ട് മിണ്ടും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഒരു ഷൈ ടൈപ്പാണ് ചില സമയങ്ങളിൽ. അല്ലാത്ത സമയത്ത് കുഴപ്പമൊന്നുമില്ല, മെല്ലെ മെല്ലെ എല്ലാം മാറിക്കോളും. ഓക്കെ, അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും കൂടെ എന്തോ സംസാരിച്ച് ചിരിക്കുകയായിരുന്നു. എന്തോ ഇടയിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായി. ഇതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളിവർക്ക് റൂം കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ റൂമിലൊക്കെ എല്ലാവരും കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നല്ലോ, കുഞ്ഞുങ്ങളൊക്കെ. അപ്പോൾ അവർക്ക് ഡിസ്റ്റർബൻസ് വരണ്ട പറഞ്ഞിട്ട് നമ്മൾ ഇവർക്ക് റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റൂമിൽ നമ്മൾ വന്നിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടോ. നമ്മൾ 4 പേരും ഇവിടെ നിന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഏകദേശം ഇപ്പോൾ എല്ലാം കഴിയാറായി. ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താ പറയുക, ആ ഒരു മൊമെൻറ്റ്സൊക്കെ നിങ്ങൾക്ക് കാണുന്ന ഭയങ്കര ആഗ്രഹിച്ചിട്ടിരിക്കുകയെന്ന് എനിക്കറിയാം. പക്ഷേ ആ ഒരു ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആളെന്തോ പറഞ്ഞ് ഭയങ്കര ചിരിയായിരുന്നു, ശരത്തും അനൂപും കൂടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.